നമസ്കാരം. സനാതനധർമ്മത്തിൽ അമാവാസിക്കും പൗർണമിക്കും വളരെ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ചന്ദ്രനുമായി ബന്ധപ്പെട്ട് മനുഷ്യ മനസ്സ് പരാമർശിക്കുന്നതുമാണ്. ഇതിനാൽ തന്നെ പൂർണിമ, അതായത് ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്ന ഒരു ദിനം പ്രകൃതിയിൽ മനുഷ്യനോടൊപ്പം മൃഗങ്ങൾക്കും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുക. ജീവിതത്തിൽ മനസമാധാനം നിറയുന്നതായ സമയം. എന്നാൽ അമാവാസി ദിനങ്ങളിൽ ഭൂമിയിൽ ചന്ദ്രന്റെ പ്രകാശം ഒട്ടും ലഭിക്കാത്തതായ ദിവസം. ഈ ദിനം പിതൃക്കളുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ദിനത്തിന് അതിനാൽ കാലാകാലങ്ങളായി വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് നൽകിയിരിക്കുന്നതും. ഈ വർഷത്തെ അതിവിശേഷപ്പെട്ടതായ ആഷാഢ അമാവാസി ജൂൺ 25 ബുധനാഴ്ചയാകുന്നു. ഈ ദിനം അതിനാൽ നാം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില നാളുകാർക്ക് പ്രത്യേകിച്ചും ദോഷകരമായ ഫലങ്ങൾ പെട്ടെന്ന് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അതിനാൽ ജൂൺ 25 രാത്രി പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരായ വ്യക്തികൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അത് അവർക്ക് തന്നെ ദോഷമായി മാറാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാർ തീർച്ചയായും ഇന്നേ ദിവസം പുറത്തിറങ്ങുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ കയ്യിൽ കരുതുന്നതും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമാണ്. അതേക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തേതായ രാശി ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം അവസാന കാൽഭാഗം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങേണ്ടതായ ഒരു ദിവസമാണ്. കാരണം അപകട സാധ്യതകൾ അല്പം വർദ്ധിക്കുന്നതായ ഒരു സമയമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപകട സാധ്യതകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം കൂടി ശ്രദ്ധ കൂടുതലായി പുലർത്തേണ്ടതായ ഒരു ദിവസമാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. എങ്കിലും അശ്രദ്ധയാലോ അല്ലെങ്കിൽ ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കാത്തതിനാലോ പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങളെ മാനസികപരമായി തളർത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചില കാര്യങ്ങൾ ചെയ്യാനായി മുന്നിട്ടിറങ്ങും. എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ ആകണം എന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ മാനസികപരമായ വിഷമതകൾക്ക് അത് കാരണമായി തീർന്നു എന്ന് വരാം. നിങ്ങൾക്ക് അർഹിച്ചതായ വിജയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഒരു അവസരം ഇന്നേ ദിവസം നഷ്ടമാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. നിർഭാഗ്യം വേട്ടയാടുന്ന ഒരു ദിവസമായി തന്നെ മാറാം. മനസ്സുകൊണ്ട് പോലും അറിയാത്തതായ കാര്യങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടതായി വരാം. മനസ്സ് വല്ലാതെ നീറുന്നതായ സാഹചര്യം വന്നു ചേരും. അത് നിങ്ങൾക്ക് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിനാൽ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ശ്രദ്ധ അനിവാര്യം തന്നെയാണ്. അതോടൊപ്പം ഈശ്വര കടാക്ഷവും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. അതിനാൽ ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ഭജിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലെ ഭസ്മം കയ്യിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. പൊതിഞ്ഞ് അല്പം പേഴ്സിലോ അല്ലെങ്കിൽ അണിയുന്നതോ ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം ഒരല്പം ഉപ്പാണ് എങ്കിലും കയ്യിൽ കരുതുന്നത് ശുഭകരമായി തീരും. ഭസ്മം കരുതുവാൻ സാധിച്ചു എങ്കിൽ അത് മാത്രം മതി. ഭസ്മം കരുതുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്പം ഉപ്പാണ് എങ്കിലും അല്ലെങ്കിൽ ഇരുമ്പാണ് എങ്കിലും കയ്യിൽ സൂക്ഷിക്കുന്നത് ശുഭകരമായി തീരും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം,
അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസം. അതല്ല എങ്കിൽ പല കാര്യങ്ങളും നഷ്ടമാവുകയും വേട്ടയാടുന്നതായ ദൗർഭാഗ്യം കൂടുതൽ നഷ്ടങ്ങൾ നൽകുന്നതുമായ ഒരു ദിവസമായി മാറാം. ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. രോഗദുരിതങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരാം. അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് വിഷമങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാകുന്നു. പല കാര്യങ്ങൾക്കും പണം തികയാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായ ധനം ഇന്നേ ദിവസം ലഭിക്കാതെ വരിക. അതിനാൽ കടം വാങ്ങി കാര്യങ്ങൾ നടത്തേണ്ടതായ ഒരു സാഹചര്യം, താൽക്കാലികമായി തന്നെ കടം വാങ്ങേണ്ടതായി വന്നു എന്ന് വരാം. അതിനാൽ ധനപരമായ കാര്യങ്ങളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ആദ്യമേ ശ്രദ്ധിക്കുക. ധനനഷ്ടം അത് ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ധനം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എടുക്കുന്നതായ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടോ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് മൂലമോ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നഷ്ടമാവുക, കളഞ്ഞു പോവുക, അല്ലെങ്കിൽ കളവ് സംഭവിക്കുക, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സംഭവിക്കാവുന്നതാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത ഉണ്ട് എങ്കിൽ പോലും ദൗർഭാഗ്യം വേട്ടയാടുന്ന സമയമായതിനാൽ തന്നെ അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരും. അതിനാൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം വീക്ഷിച്ച് തന്നെ ഇന്നേ ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിക്കാതെ സ്വയം ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇന്നേ ദിവസം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. ഭഗവാന് തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഇന്ന് നടത്തുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ ചെയ്യുക. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് ധാര കഴിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ ആ ഒരു വഴിപാട് നടത്തുക. കൂടാതെ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും അല്പം ഭസ്മം എടുത്ത് പൊതിഞ്ഞ് നിങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഭസ്മം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ശുഭകരമാകുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ഭസ്മം ലഭിച്ചില്ല, ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ അല്പം മഞ്ഞളാണ് എങ്കിലും അതല്ല അല്പം ഉപ്പാണ് എങ്കിലും പൊതിഞ്ഞ് കയ്യിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ സൂക്ഷിക്കാവുന്നതാണ്. ഈ കാര്യത്തിനും പ്രാധാന്യം നൽകണം. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അമാവാസി ദിവസം വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ, അപകടങ്ങൾ സംഭവിക്കാം. അപകടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചില ദോഷകരമായ കാര്യങ്ങളാകാം, ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം സംഭവിക്കുന്നതായ നഷ്ടങ്ങളാകാം, അല്ലെങ്കിൽ മനസ്സിന് ഉണ്ടാകുന്നതായ വലിയ വിഷമങ്ങളാകാം. അതിനാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഏതൊരു കാര്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും അത്രമേൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് ഭാവിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ദൂഷ്യം ചെയ്യും. ചില നഷ്ടങ്ങൾ, അത് ധനപരമായ നഷ്ടങ്ങൾക്ക് കാരണമാകുന്ന ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതായി വരാം. അത് മറ്റുള്ളവരുടെ പ്രേരണയാലോ അല്ലെങ്കിൽ സ്വയം എടുത്തു ചാടി ചെയ്യുന്നതോ ആകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. ഇത്തരത്തിൽ ചെയ്യുന്നതായ കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുമ്പോൾ, അത് ശരിയായ രീതിയിൽ ചെയ്യാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ദൗർഭാഗ്യം വേട്ടയാടുന്ന ഒരു ദിവസമായി മാറാം. അപവാദങ്ങൾ, മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്തതായ കാര്യങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ വന്നു ചേരാം.
ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് പണം ആവശ്യമാവുകയും അതുമായി ബന്ധപ്പെട്ട് കടം വാങ്ങേണ്ടതായി വരാം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം സമയത്ത് ലഭിക്കാത്തതായ സാഹചര്യം, തന്മൂലം കാര്യങ്ങൾ നടക്കുവാൻ കടം വാങ്ങേണ്ടതായ സാഹചര്യവും വന്നു ചേരാം. ധനനഷ്ടം, കളവ് തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുമുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യം സാക്ഷാൽ പരമശിവനിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം അഭയം പ്രാപിക്കുന്നതിലൂടെ ഇന്നേ ദിവസം ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശിവക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തേണ്ടതായ ഒരു ദിവസമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം ഭഗവാന് കഴിയാവുന്ന വഴിപാടുകൾ നടത്താം. അത് ധാരയോ അല്ലെങ്കിൽ കൂവളമാല ചാർത്തുന്നതോ, കൂടാതെ നിങ്ങളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ് എങ്കിലും നിങ്ങൾക്ക് നടത്താം. അതോടൊപ്പം പാർവതി ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തുക. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന്റെ സന്നിധിയിൽ നിന്നും പൂജിച്ചതായ ഭസ്മം നിങ്ങൾ അണിയുന്നതും അത് കയ്യിൽ ഒരൽപ്പം സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമായി തീരും. കാരണം വന്നു ചേരുന്നതായ അപകട സാധ്യതകൾ, തിരിച്ചടികൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായകരമായി തീരും. എന്നാൽ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ പൊതിഞ്ഞ് ബാഗിലോ പേഴ്സിലോ സൂക്ഷിക്കുന്നത് അപകട സാധ്യതകൾ തരണം ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ്. എന്നാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ചതിന് ശേഷം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഐശ്വര്യപ്രദമായ കാര്യം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യവും ഇന്നേ ദിവസം ചെയ്യുക. ഞാൻ ഈ പരാമർശിച്ച നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.